ഫോട്ടോ എമിറ്റിംഗ് എഫക്റ്റും ലൈറ്റ് സെൻസിറ്റിവിറ്റിയും പരിശോധിക്കാൻ ഒരു LED-യും ഫോട്ടോ ഡയോഡും എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് ഈ സെഷനിൽ നമ്മൾ പഠിക്കും. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ച് അറിയാനും ഫോട്ടോ ഡയോഡിനെ പറ്റി വിവരിക്കാനും ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് LED പരിശോധിക്കുന്നതിനുള്ള പ്രൊസീജിയർ വിശദീകരിക്കാനും ഫോട്ടോ ഡയോഡ് ടെസ്റ്റ് ചെയ്യാനും LED-യും ഫോട്ടോ ഡയോഡും കോമ്പിനേഷനിൽ പരിശോധിക്കാനും കഴിയും. ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വോൾട്ടേജ്, കറണ്ട്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഡയോഡിൻ്റെ വാല്യൂ, ഇംപെഡൻസ് മുതലായ വിവിധ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികൾ കണക്കാക്കാൻ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. ടെക്നീഷ്യന്മാരും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഉപകരണമായ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓം മീറ്റർ എന്നിവയുടെ ഫീച്ചറുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ സാധാരണയായി പ്രോബുകൾ, ക്ലാമ്പുകൾ അല്ലെങ്കിൽ ലീഡുകൾ ഉൾപ്പെടുന്നു. അവ ഇൻസ്ട്രുമെന്റിലെ ഇൻപുട്ടുകളിലേക്ക് കണക്ട് ചെയ്യുകയും തുടർന്ന് ടെസ്റ്റിന് കീഴിലുള്ള ഇൻസ്ട്രുമെന്റുകളുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഫോട്ടോ ഡയോഡിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി മനസ്സിലാക്കാം. 2 ടെർമിനലുകളുള്ള സിലിക്കണിന്റെ ഒരു ഭാഗമാണ് PN ജംഗ്ഷൻ ഡയോഡ്. ടെർമിനലുകളിൽ ഒന്ന് P ടൈപ്പ് മെറ്റീരിയലും മറ്റൊന്ന് N ടൈപ്പ് മെറ്റീരിയലും ഉപയോഗിച്ചാണ് ഡോപ്പ് ചെയ്തിരിക്കുന്നത്. സെമി കണ്ടക്ടർ ഡയോഡുകളുടെ ബേസിക് എലമെന്റ് ആണ് PN ജംഗ്ഷൻ. ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ഇലക്ട്രോണുകളുടെ ഒഴുക്ക് പൂർണ്ണമായും ഒരു ദിശയിലേക്ക് മാത്രമായി ക്രമീകരിക്കുന്നു. ഇത് PN ജംഗ്ഷൻ ഡയോഡിന്റെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡിന്റെ പ്രധാന പ്രവർത്തനമാണ്. ഇത് ഒരു റെക്ടിഫയറായും ഉപയോഗിക്കാം. PN ജംഗ്ഷന് 2 ബയാസ് കണ്ടീഷനുകൾ ഉണ്ട്. അവ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് എന്നിവയാണ്. ഫോർവേഡ് ബയാസിൽ P എൻഡ് പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിലും N എൻഡ് നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യുന്നു. ഫോർവേഡ് ബയാസ് ഡിപ്ലിഷൻ ലെയർ കുറയ്ക്കുകയും ജംഗ്ഷനിലൂടെയുള്ള കറണ്ടിന്റെ ഒഴുക്ക് അനുവദിക്കുകയും ചെയ്യുന്നു. റിവേഴ്സ് ബയാസിൽ P എൻഡ് പവർ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിലും N എൻഡ് പോസിറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്തിരിക്കുന്നു. റിവേഴ്സ് ബയാസ് ഡിപ്ലിഷൻ ലെയർ വർദ്ധിപ്പിക്കുകയും കറണ്ടിന്റെ ഒഴുക്കിനെ തടയുകയും ചെയ്യുന്നു. റിവേഴ്സ് ബയാസ്ഡ് കോൺഫിഗറേഷനിലെ PN ജംഗ്ഷൻ ഡയോഡ് 400 nm മുതൽ 1000 nm വരെയുള്ള റേഞ്ചിലെ ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്. ഇതിൽ വിസിബിൾ ലൈറ്റും ഉൾപ്പെടുന്നു. അതിനാൽ ഇത് ഒരു ഫോട്ടോ ഡയോഡായും സോളാർ സെല്ലായും ഉപയോഗിക്കാം. എല്ലാ LED ലൈറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും PN ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും ഉപയോഗിക്കുന്നു. ഹീറ്റ് സെൻസറുകളും റഫറൻസ് വോൾട്ടേജുകളും സൃഷ്ടിക്കാൻ PN ജംഗ്ഷൻ ബയാസിലുള്ള വോൾട്ടേജ് ഉപയോഗിക്കുന്നു. ഫോട്ടോ ഡയോഡ് എന്നത് ഒരു തരം ലൈറ്റ് ഡിറ്റക്ടർ ആണ്. ഇത് ഡിവൈസിന്റെ പ്രവർത്തന രീതിയെ അടിസ്ഥാനമാക്കി പ്രകാശത്തെ കറണ്ടിലേക്കോ വോൾട്ടേജിലേക്കോ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് ലൈറ്റുമായി വളരെ സെൻസിറ്റീവ് ആയതിനാൽ ഡയോഡിൽ ലൈറ്റ് പതിക്കുമ്പോൾ അത് ലൈറ്റിനെ എളുപ്പത്തിൽ കറണ്ട് ഫ്ലോ ആക്കി മാറ്റുന്നു. ഉദാഹരണത്തിന്, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഫോട്ടോ ഡയോഡാണ് സോളാർ സെൽ. എന്നാലും സോളാർ സെൽ ബ്രൈറ്റ് ലൈറ്റിൽ മാത്രമേ പ്രവർത്തിക്കൂ. ചില ഫോട്ടോ ഡയോഡുകൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് പോലെ കാണപ്പെടും. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സമയമാണിത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് LED ടെസ്റ്റ് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ഈ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഡയോഡ് ടെസ്റ്റിംഗ് നടത്താൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഒരു LED-യും ആവശ്യമാണ്. ബേസിക് മൾട്ടിമീറ്ററുകൾ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നവ ആംസ്, വോൾട്ട്, ഓംസ് എന്നിവയാണ്. LED പരിശോധിക്കുന്നതിന് ഡയോഡ് സെറ്റിംഗ് ഉള്ള ഒരു മൾട്ടിമീറ്റർ തിരഞ്ഞെടുക്കുക. മൾട്ടിമീറ്ററിന്റെ മുൻവശത്തുള്ള ഔട്ട്ലൈറ്റുകളിലേക്ക് ചുവപ്പും കറുപ്പും ടെസ്റ്റ് ലീഡുകൾ കണക്ട് ചെയ്യുക. ചുവന്ന ലീഡ് പോസിറ്റീവ് ചാർജാണ്, കറുത്ത ലീഡ് നെഗറ്റീവ് ആണ്. ഇത് COM എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഇൻപുട്ടിലേക്ക് പ്ലഗ് ചെയ്യണം. ബ്ലാക്ക് പ്രോബ് കാഥോഡിലേക്കും റെഡ് പ്രോബ് ആനോഡിലേക്കും കണക്ട് ചെയ്യുക. LED-യുടെ കാഥോഡ് എൻഡിൽ കറുത്ത പ്രോബ് ഉപയോഗിച്ച് തൊടുക. ഇത് സാധാരണയായി ചെറിയ പ്രോങ് ആണ്. അടുത്തതായി ആനോഡിലേക്ക് ചുവന്ന പ്രോബ് ഉപയോഗിച്ച് തൊടുക. ഇത് നീളം കൂടിയതായിരിക്കും. റെഡ് പ്രോബിന് മുമ്പായി ബ്ലാക്ക് പ്രോബ് കണക്ട് ചെയ്തു എന്ന് ഉറപ്പാക്കുക. കാരണം അത് തിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് കൃത്യമായ റീഡിംഗ് കിട്ടണമെന്നില്ല. മൾട്ടിമീറ്ററിന്റെ മുൻവശത്തുള്ള ഡയൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചുകൊണ്ട്
ഓഫ് സ്ഥാനത്ത് നിന്ന് നീക്കുക. ഒരു ഫോട്ടോ ഡയോഡ് ടെസ്റ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത്. ഇതിനായി ഡയോഡ് പരിശോധിക്കാവുന്ന ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഫോട്ടോ ഡയോഡും ആവശ്യമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഒരു നോർമൽ ഡയോഡ് അല്ലെങ്കിൽ LED പരിശോധിക്കുന്നതിന് സമാനമായ മൾട്ടിമീറ്ററിലേക്ക് ഫോട്ടോ ഡയോഡ് കണക്ട് ചെയ്യുക. ഫോട്ടോ ഡയോഡിന്റെ ടെർമിനലുകളോടൊപ്പം പ്രോബുകളും കണക്ട് ചെയ്യുന്നതിൽ മുൻകരുതലുകൾ എടുക്കുക. LED-യും ഫോട്ടോ ഡയോഡും കോമ്പിനേഷനിൽ പരീക്ഷിക്കുക എന്നതാണ് നിങ്ങൾ അവസാനമായി ചെയ്യേണ്ടത്. ഈ ദൗത്യം നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ട് മീറ്റർ, ഫോട്ടോ ഡയോഡ്, അനുയോജ്യമായ കറന്റ് കൺട്രോൾ റെസിസ്റ്റൻസോടുകൂടിയ LED, 6 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ DC പവർ സപ്ലൈ, ഒരു കൺട്രോൾ സ്വിച്ച് എന്നിവ ആവശ്യമാണ്. LED-യിൽ നിന്നുള്ള ലൈറ്റ് അതിന്റെ സെൻസിംഗ് വശത്ത് പതിക്കുന്ന തരത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ഫോട്ടോ ഡയോഡിന്റെ യഥാർത്ഥ പ്രവർത്തനം പരിശോധിക്കാവുന്നതാണ്. ഒരു സർക്യൂട്ടിൽ LED, ഫോട്ടോ ഡയോഡ് എന്നിവ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഓണാക്കി മീറ്ററിലെ വ്യതിചലനവും റീഡിംഗും പരിശോധിക്കുക. നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. ഫോട്ടോ എമിറ്റിംഗ് എഫക്റ്റ്, ലൈറ്റ് സെൻസിറ്റിവിറ്റിയും പരിശോധിക്കാൻ ഒരു LED-യും ഫോട്ടോ ഡയോഡും ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ച് അറിയാനും ഫോട്ടോ ഡയോഡിനെ പറ്റി വിവരിക്കാനും ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് LED പരിശോധിക്കുന്നതിനുള്ള പ്രൊസീജിയറുകൾ വിശദീകരിക്കാനും ഫോട്ടോ ഡയോഡ് ടെസ്റ്റ് ചെയ്യുവാനും LED-യും ഫോട്ടോ ഡയോഡും ക്യാബിൻ ചെയ്ത് പരിശോധിക്കാനും കഴിയും.